തൃശൂർ DCCയിലെ കൂട്ടത്തല് സജീവൻ കുരിയച്ചിറയ്ക്കെതിരെയും പോലീസ് കേസ്. സ്വന്തം തെറ്റുമറച്ചു വെക്കാൻ വേണ്ടിയാണ് തനിക്കെതിരെയുള്ള കള്ളക്കേസെന്ന് സജീവൻ. DCC പ്രസിഡന്റിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. തന്റെ ഭാഗം വിശദീകരിക്കാൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ദില്ലിയിൽ. ജില്ലാ നേതൃത്വത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, തൃശൂരിലെ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണല്ലോ. ഒരു പരിഹാരമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രധാന നേതാക്കളൊക്കെയും ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടേക്ക് ചർച്ചകളും അനുനയ നീക്കങ്ങളും ഒക്കെ നടത്താനായിട്ട് അവർ എത്തുന്നു. പക്ഷേ യാതൊരു ഫലവും കാണുന്നില്ല എന്നാണോ കരുതേണ്ടത്? പ്രിയ, പെട്ടെന്ന് ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ ഇതൊരു സമവായത്തിലേക്ക് എത്താൻ കഴിയാത്ത നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോസ്റ്റർ യുദ്ധവും നല്ലതല്ല, ഈ ഇത്തരം കയ്യാങ്കളിയും ഒന്നും നല്ലതല്ല എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉണ്ടായ അതിക്രമങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാടകീയമായ രംഗങ്ങൾക്കാണ് തൃശൂർ DCC വേദിയായത്. ഏറെ നാളായി ഇവിടെ പുകഞ്ഞുകൊണ്ടിരുന്ന പല അസ്വാരസ്യങ്ങളും ഏറ്റവും ഒടുവിൽ ഇത് മറനീക്കി പുറത്തു വരികയും ഒടുവിൽ അത് കൂട്ടത്തലിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് അടുത്ത സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സജീവൻ കുരിയച്ചിറ DCC സെക്രട്ടറിയാണ്, DCC ഓഫീസ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ DCC പ്രസിഡന്റ് മർദ്ദിച്ചു എന്നാണ് പ്രധാനമായും ആരോപണം. ആദ്യത്തെ പരാതി അതായിരുന്നു. DCC പ്രസിഡന്റും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഏതാനും പേരും ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്ന് സജീവൻ കുരിയച്ചിറ പറയുന്നു. ഇതിന്റെ പിന്നാലെ സജീവൻ കുരിയച്ചിറ, നമുക്ക് എടുത്തു പറയേണ്ടത്, സജീവൻ കുരിയച്ചിറ കെ മുരളീധരന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ച ആളാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കെ മുരളീധരൻ പക്ഷത്ത് നിൽക്കുന്ന ആളെന്ന് പറയാം. കാരണം ഇവിടെ തൃശൂർ DCC സംബന്ധിച്ച് TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ കെ മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതായും, അല്ലെങ്കിൽ അവരാണ് അതിന്റെ ചുമതലക്കാർ എന്ന നിലയിൽ പേരുണ്ടായിരുന്നെങ്കിലും ഇവരെ ആരെയും പ്രചാരണ രംഗത്ത് കണ്ടിരുന്നില്ല. പക്ഷെ ആ പ്രചാരണം അവസാന ഘട്ടം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നതും ഈ പ്രവർത്തകരെ ഏകോപിപ്പിച്ചതും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആളാണ് സജീവൻ കുരിയച്ചിറ. ഇദ്ദേഹത്തിന് DCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയും അന്ന് ഉണ്ടായിരുന്നതുമില്ല. സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ ദയനീയ പരാജയം ഇവരെയെല്ലാം വിഷമത്തിലാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പലയിടത്തും അണികൾ പോസ്റ്റർ പ്രതിഷേധങ്ങളാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തൊട്ടടുത്ത ദിവസം ഒരു ഒറ്റയാൾ പ്രതിഷേധം DCC ഓഫീസിന് മുന്നിൽ നടന്നു. തുടർച്ചയായി 4 ദിവസം തൃശ്ശൂരിൽ പോസ്റ്റർ പ്രതിഷേധം ഉണ്ടായിരുന്നു. 3 ദിവസം DCC ഓഫീസിന്റെ മുന്നിലെ മതിലിൽ തന്നെ പ്രതിഷേധ പോസ്റ്ററുകൾ പതിക്കപ്പെട്ടു. അതിനുശേഷം അന്ന് വൈകിട്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഈ പോസ്റ്റർ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഒട്ടിച്ച് സജീവന്റെ അറിവോടെയാണ്, സജീവന് അടുപ്പമുള്ളവരാണ് എന്ന് പറഞ്ഞ് സജീവനോടൊപ്പം സംസാരിച്ചു നിന്നിരുന്നവരെ മിനിഞ്ഞാന്ന് വൈകിട്ട് ജോസ് വള്ളൂർ അവരോട് തട്ടിക്കയറുകയും ഇതിന്റെ തുടർച്ചയായാണ് സംഘർഷം ഉണ്ടാകുന്നത്. സജീവനെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും ചെയ്തു എന്ന് സജീവൻ പറയുന്നു. പിന്നീട് അദ്ദേഹം DCC ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇത്തരം നാടകീയ രംഗങ്ങൾ ഏറെയുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് ഒരുപാട് സമയം പോകും. അതിന് പിന്നാലെയാണ് സജീവൻ, നേതാക്കളുടെ നിർബന്ധപ്രകാരം സജീവൻ ആശുപത്രിയിൽ, നേതാക്കളെ വന്ന് അനുനയിപ്പിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് അദ്ദേഹം ആശുപത്രി വിട്ടത്. ഈ സജീവൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആക്രമിച്ചതിനാൽ തന്നെ ജോസ് വള്ളൂരിനും ഒപ്പമുള്ള 20ഓളം പേർക്കുമെതിരെ കേസ് കൊടുത്തു. അങ്ങനെ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് കേസ്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഒരു കൗണ്ടർ കേസ് ഉണ്ടായിരിക്കുന്നത്. ജോസ് വള്ളൂർ ഇന്നലെ രാവിലെ പുലർച്ചയോടെ തന്നെ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. ദില്ലിയിൽ ചെന്ന് നേതാക്കളെ കണ്ട തന്റെ ഭാഗം വിശദീകരിക്കുകയാണ് ലക്ഷ്യം. നേതാക്കൾ ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. AICC ഈ സംഘർഷം മാധ്യമങ്ങളിൽ തത്സമയ സംപ്രേഷണം ചെയ്യപ്പെട്ടതോടുകൂടി തന്നെ AICC നേതൃത്വം വളരെ പെട്ടെന്ന് ഇടപെട്ടു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം KC വേണുഗോപാൽ KPCC പ്രസിഡന്റ് K സുധാകരനുമായി സംസാരിക്കുകയും വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കണം, ഇതിൽ ഇടപെട്ട വിഷയം കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോകാതെ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ K സുധാകരൻ DCC പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. വിശദീകരണം തേടാനും ഈ സമവായം അനുനയിപ്പിക്കുന്നതിനും വേണ്ടി ഇന്ന് K സുധാകരൻ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് നേതാക്കൾ ഡൽഹിയിലാണ്. മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തക സമിതി യോഗം ഉൾപ്പെടെ ഡൽഹിയിൽ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഡൽഹിയിലെത്തി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ പുലർച്ചെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിലേക്ക് പോയത്. കാരണം തന്റെ ഭാഗം ന്യായീകരിക്കുമ്പോൾ മറുപക്ഷം പറയാനുള്ള ആളുകൾ അവിടെ ഉണ്ടാകില്ല എന്നതാണ് ജോസ് വള്ളൂർ കാണുന്ന ഒരു നേട്ടം. അതേസമയം തൃശ്ശൂരിൽ വന്ന് നേതാക്കൾ വിശദീകരണം തേടുമ്പോൾ മറുപക്ഷത്തിന്റെ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കും. അപ്പോൾ മർദ്ദനമേറ്റതായി ആദ്യം പരാതി നൽകിയിട്ടുള്ളവരുടെ അല്ല വിശദീകരണം കേൾക്കുന്നത്, നേതൃത്വത്തിന്റെ പരാതിയാണ് ഇപ്പോൾ കേൾക്കുന്ന നിലയിലേക്ക് എത്തിയത്. എന്തായാലും K സുധാകരനെയും KC വേണുഗോപാലിനെയും ഉൾപ്പെടെ കണ്ട
തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമത്തിലാണ് ജോസ് വള്ളൂർ. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷം നടന്നതിന്റെ ദൃശ്യങ്ങൾ തന്റെ ഭാഗം തനിക്ക് ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള ദൃശ്യങ്ങളും ജോസ് വള്ളൂർ കയ്യിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം. ജില്ലാ നേതൃത്വത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കോൺഗ്രസ് സാധാരണ ഒരു നിമിഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ജോസ് വള്ളൂരിന്റെ പ്രതികരണം ആ ഒരു ബൈറ്റ് ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോകുന്നുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ, താങ്കളുടെ പ്രവർത്തികൾ ഞാൻ പുറത്തു പറഞ്ഞാൽ അത് എന്റെ സ്വന്തം പ്രസ്ഥാനത്തിന് മാനക്കേടാകും എന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ മുഴുവൻ പ്രശ്നങ്ങളും ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാക്കിയതിന് ഉത്തരവാദി താങ്കളാണ്. താങ്കളത് മറക്കേണ്ട. അത് മറച്ചു വെക്കാൻ വേണ്ടി, എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ശിങ്കടിയായ ഒരു പോക്സോ കേസ് പ്രതിയായ ഗോപാലകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഇനി പ്രതികരിക്കാൻ വരുന്നതേയുള്ളൂ. മറുപടി പറയാൻ ബഹുമാന്യനായ ജോസ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തൃശ്ശൂരിലെ പ്രശ്നം സംബന്ധിച്ച് സജീവൻ കുരിച്ചിറയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വീണ്ടും തിയോഫിനിലേക്ക് പോവുകയാണ്. തിയോഫിൻ, ഇതിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നേതാക്കളൊക്കെ വെട്ടിത്തുറന്ന് രംഗത്ത് വരുന്നു, പ്രതികരണങ്ങൾ നടത്തുന്നു. യാതൊരു രീതിയിലും പക്ഷെ തീരുമാനമാകുന്നില്ല. വലിയ കല്യാണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മുരളീധരനാണെങ്കിലും പ്രതികരണമൊക്കെ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പരസ്പരം പോരടിച്ച് പ്രതികരണം നടത്തി രംഗത്ത് വരുന്ന ഇവരെ കാണുമ്പോൾ ഇതിന് ഉടനെ ഒന്നൊരു പരിഹാരമാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. തീർച്ചയായും ഇത് ഒറ്റയടിക്ക് നേതാക്കളിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ വിചാരിച്ചത് അവസാനിക്കുന്ന നിലയിലല്ല ഇപ്പോൾ കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം ഇന്നലെ ഈ സജീവൻ കുര്യച്ചിറയ്ക്കെതിരെ ജോസ് വള്ളൂരിനൊപ്പം നിന്നിരുന്നവർ പരാതി നൽകുന്നതാണ് സംഘർഷം കൂടുതൽ, ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായ അവസ്ഥയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നേതൃത്വത്തിനോട് വിശദീകരിച്ച് നേതൃത്വം പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി അവസാനിക്കുമായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ കേട്ട സജീവൻ കുര്യച്ചിറയുടെ പ്രതികരണം. കാരണം തനിക്കെതിരെ വൈകിട്ട് കേസെടുത്തതോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിക്കാൻ നിർബന്ധിതനായത്. തുടക്കത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് സജീവൻ കുര്യച്ചിറ കാര്യമായി പ്രതികരണവും നടത്തിയിരുന്നില്ല. നേതാക്കളോട് മാത്രമാണ് തന്റെ പരാതി പറഞ്ഞത്. താൻ ഈ കെ മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 45 ദിവസവും പ്രവർത്തിക്കുമ്പോഴും തനിക്ക് വേണ്ട പിന്തുണ തരാൻ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ പരിപാടി പലയിടത്തും ഈ പ്രചാരണ പരിപാടികൾക്ക് ആളെ പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന, ആളെ കൂട്ടാൻ പാർട്ടിക്കാരെ പോലും ഒരുമിച്ച് കൂട്ടാൻ ബുദ്ധിമുട്ടുന്ന ഈ സജീവൻ കുര്യച്ചിറയെ പലരും അവിടെ കണ്ടിട്ടുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കണ്ടിരുന്നതാണ്. അത്രത്തോളം കെ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒരു വലിയ പരാതിയുള്ളത്. എന്നാൽ തനിക്കെതിരെ കയ്യാങ്കളി ഉണ്ടായപ്പോഴാണ് സജീവൻ കുര്യച്ചിറ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ഈ പരാതി പുറത്തേക്ക് പറഞ്ഞതും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സജീവനെതിരെ ഒരു കൗണ്ടർ കേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മൾ നേരത്തെ കേട്ട ആ പ്രതികരണം അല്ലെങ്കിൽ അത് പറയാൻ തയ്യാറായത്. എന്തായാലും തനിക്കെതിരെ തന്റെ ജില്ലാ നേതൃത്വം അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി തന്നെ മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് വ്യക്തവുമാണ് സജീവൻ കുര്യച്ചിറ പറയുന്നതിൽ നിന്നും. ഈ കയ്യാങ്കളിയും ഈ സംഭവങ്ങളും അരങ്ങേറിയ ശേഷം, കൂട്ടത്തല്ല് കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂറോളം ഈ DCC നേതൃത്വം ആരും പ്രതികരിച്ചിട്ടില്ല. മാധ്യമങ്ങളോട് തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. അതിലൊരു പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.